ബഹുമാനപ്പെട്ട ജനറൽ കൗൺസിലർ ഫോർ സോഷ്യൽ അപ്പോസ്റ്റലേറ്റ് ആൻഡ് ഹെൽത്ത് കെയർ ടോം അറക്കലിച്ച, സ്നേഹമുള്ള സഹോദരങ്ങൾ, 2026-29 കാലയളവിൽ നമ്മുടെ പ്രവിശ്യയിലെ ഹൗസുകളുടെ നേതൃത്വം വഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അപ്പം ഈ അവസരത്തിൽ നേതൃത്വത്തെക്കുറിച്ച് വിശുദ്ധ ചാവറപ്പിതാവ് പറഞ്ഞ ഒരു ചിന്ത ഓർക്കുകയാണ്. നേതൃത്വം എന്ന് പറയുന്നത് സഹോദരങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, ദൈവത്തിലേക്ക് വഴി നടത്താനും വിളിക്കപ്പെട്ടവരാണ് അധികാരികൾ. അപ്പം അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് ഒരു നേതൃത്വം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ചിഹ്നമല്ല, മറിച്ച് വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ അവസരത്തിൽ ഈ ഒരു ചിന്തയോടുകൂടി തന്നെ നമുക്ക് ഈ 2 ദിവസത്തെ അനിമേഷൻ പ്രോഗ്രാമുള്ള ഓറിയന്റേഷൻ നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ജനറൽ കൗൺസിലർ ടോം അറക്കലിച്ചന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ടോം അറക്കലിച്ചൻ നമുക്കറിയാം, അദ്ദേഹം ജഗദൽപൂർ പ്രവിശ്യാംഗമാണ്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം ശുശ്രൂഷ ആരംഭിക്കുന്നത് ചുയൂർഗാമിൽ ഒരു 9 വർഷം ബോയ്സ് ഹോസ്റ്റൽ അതുപോലെ സ്കൂളിൻ്റെ നടത്തിപ്പുമായിട്ട് ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം എഡ്യൂക്കേഷൻ കൗൺസിലർ, അതുപോലെ സോഷ്യൽ അപ്പോസ്റ്റലേറ്റ് കൗൺസിലർ, പിന്നെ ക്രൈസ്റ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് അവിടുത്തെ ഡയറക്ടറായിരുന്നു. പിന്നീട് 6 വർഷം ജബൽപൂർ രൂപതയിലെ ഹോസ്പിറ്റലായി MPM ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. അങ്ങനെ ഇരിക്കെ വിദ്യാഭ്യാസം, ആതുര സേവനം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിലൂടെ കടന്ന് ഇപ്പോൾ നമ്മുടെ സഭയെ 6 വർഷത്തേക്ക് സോഷ്യൽ അപ്പോസ്റ്റലേറ്റും ഹെൽത്ത് കെയറിൻ്റെയും ഏകദേശം അതിന് പറ്റിയ ഭരണാധികാരിയായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ ചില സന്തോഷം. ഇവിടെ ടോമസിൻ്റെ ഭാഷയാണെന്ന് തോന്നുന്നു, പ്രൊഫഷണലിസ്റ്റിൻ്റെ ജസ്റ്റ് ജൂനിയറാണ് ടോം അറക്കലിച്ചൻ. ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടോം അറക്കലിച്ചനെ ഈ ലോക്കൽ സുപ്പീരിയേഴ്സ് മീറ്റിംഗിൻ്റെ ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട പ്രവിശ്യാച്ച, വികപ്രവിശ്യാച്ച, പ്രിയരച്ചന്മാരെ, സുപ്പീരിയേഴ്സ്, പ്രീഫെക്ട്സ്, ഡയറക്ടേഴ്സ് and all my dear fathers. പലരുടെയും മുഖം കാണുമ്പോൾ ഒരു അഭിമുഖ പ്രഭാഷണം നടത്താൻ ചെറിയൊരു ഉത്കണ്ഠയുണ്ട്. പഴയ ജനറാളച്ചൻ മുതൽ പ്രവിശ്യാളന്മാർ എല്ലാവരും ഇരിക്കുന്നു. വളരെയധികം അനുഭവസമ്പത്തുള്ള നിങ്ങളോട് എന്ത് പറയാൻ, എങ്കിലും കടമ എന്ന രീതിയിൽ നമുക്ക് പറയണമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഇവിടെ ആയിരിക്കുക വെറുതെ ഒരു സാധാരണ പരിശീലനം നടത്തുവാനോ ഭരണപരമായ ചില ചർച്ചകൾ നടത്തുവാനോ തീരുമാനമെടുക്കുവാനോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ നേതൃത്വ വിളിയിലെ ആത്മീയത മനസ്സിലാക്കുവാനും അതിനെ വിചിന്തനം ചെയ്യുവാനും ദൈവം നമ്മിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഗ്രേസ് ഫീൽഡ് ലീഡർഷിപ്പ്, ഗ്രേസ് ഫീൽഡ് പ്രസൻസ് എന്താണെന്ന് തിരിച്ചറിയുവാനുമാണ്. ഒരു സുപ്പീരിയർ എന്നത് ഒരു സ്ഥാനമല്ല, അതൊരു ആത്മീയ ഉത്തരവാദിത്വമാണ്. അതൊരു ഓഫീസല്ല, അതൊരു ശുശ്രൂഷയാണ്. അത് അധികാരത്തിന്റെ ചിഹ്നമല്ല, മറിച്ച് സ്നേഹത്തിന്റെ, കരുണയുടെ, വിവേകത്തിന്റെ, സഹനത്തിന്റെ, ദൈവ സാന്നിധ്യത്തിന്റെ പ്രതിഫലനമാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ നേതൃത്വം പലപ്പോഴും എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, പെർഫോമൻസ്, കൺട്രോൾ മുതലായ വാക്കുകളിലൂടെ ആണ് അളക്കപ്പെടുക. എന്നാൽ ക്രിസ്തീയ നേതൃത്വം, ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ സന്യാസ നേതൃത്വം, ഒരു ക്രിസ്തു
ക്രിസ്തുവിന്റെ മറ്റൊരു ഹൃദയമായി മാറേണ്ട ഒരു അവസ്ഥയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ എല്ലാം ശുശ്രൂഷകരായിരിക്കട്ടെ എന്ന ആ തിരുവചനം നമുക്കറിയാമല്ലോ. ഈ വചനമാണ് നമ്മുടെ നേതൃത്വത്തിന്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്നത്. CMI സഭയുടെ പാരമ്പര്യവും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സുപ്പീരിയർ സമൂഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്ന ഒരു ആനിമേറ്റർ കൂടി ആയിരിക്കണം. അഡ്മിനിസ്ട്രേറ്റർ നിയമങ്ങൾ നോക്കുന്നു, ആനിമേറ്റർ മനുഷ്യനെ കാണും. അഡ്മിനിസ്ട്രേറ്റർ കാര്യങ്ങൾ നടത്തും, ആനിമേറ്റർ ബിലോങ്ങിങ്നെസ് സൃഷ്ടിക്കും. അഡ്മിനിസ്ട്രേറ്റർ ഡിസിപ്ലിൻ ഉണ്ടാക്കും, ആനിമേറ്റർ ജീവിതങ്ങളെ സ്പർശിക്കും. അഡ്മിനിസ്ട്രേറ്റർ ഓർഡർ നിലനിർത്തും, എന്നാൽ ആനിമേറ്റർ ഹോപ്പ് ഉണർത്തും. നമ്മുടെ സമൂഹങ്ങളിൽ ഇന്ന് ഏറ്റവും ആവശ്യമായത് പെർഫെക്റ്റ് മാനേജ്മെന്റ് അല്ല, അതിലുപരിയായി ഒതന്റിക് പ്രസൻസ് ആണ്. കാരണം ഇന്നത്തെ മനുഷ്യൻ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിനേക്കാൾ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു സഹോദരൻ ചിലപ്പോൾ ഉപദേശമല്ല തേടുന്നത്, കേൾക്കുന്ന ഒരു ഹൃദയത്തെയാണ് തേടുക. ചിലപ്പോൾ നിയമമല്ല വേണ്ടത്, മനസ്സിലാക്കലാണ് വേണ്ടത്. ചിലപ്പോൾ കറക്ഷൻ അല്ല ആവശ്യം, അക്സെപ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഒരു സുപ്പീരിയർ ആദ്യമായി അദ്ദേഹത്തിന്റെ ദൗത്യം നിയന്ത്രിക്കുക എന്നുള്ളതല്ല, മറിച്ച് കേൾക്കുക എന്നുള്ളതായിരിക്കും. കേൾക്കുന്നത് ഒരു ഭരണ നൈപുണ്യം മാത്രമല്ല, അതൊരു ആത്മീയ പ്രവൃത്തി കൂടിയാണ്. കാരണം കേൾക്കുന്നവൻ മാത്രമേ മറ്റൊരാളുടെ വേദനയും പ്രതീക്ഷയും വിളിയും മനസ്സിലാക്കുന്നുള്ളൂ. ഇന്ന് സന്യാസ ജീവിതമൊക്കെ നിരവധിയായ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. വ്യക്തിപരമായ ഏകാന്തത, തലമുറകളുടെ വ്യത്യാസം, ക്ഷീണം, മിഷൻ പ്രഷർ, ഇമോഷണൽ സ്ട്രഗിൾ, വൊക്കേഷണൽ അൺസർട്ടനിറ്റി. ഈ സാഹചര്യങ്ങളിൽ ഒരു സുപ്പീരിയർ റൂൾ കീപ്പർ ആയി മാത്രം നിന്നാൽ പര്യാപ്തം ആവുകയില്ല. അവരൊരു കമ്പാനിയൻ ആയിരിക്കണം, ഒരു ഫാദർ ഫിഗർ ആയിരിക്കണം, ഒരു സ്പിരിച്വൽ ഡിസേണർ ആയിരിക്കണം. സഹോദരന്മാരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നവരായിരിക്കണം. യേശുവിന്റെ നേതൃത്വ ശൈലിയിലും നാം കാണുന്നത് ഇത് തന്നെയാണ്. അവിടുന്ന് ആളുകളെ ഭയപ്പെടുത്തി നിയന്ത്രിച്ചില്ല, അവിടുന്ന് ആദ്യം മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിച്ചു. പത്രോസിന്റെ പരാജയത്തിനും അവിടുന്ന് പ്രത്യാശ കണ്ടു. തോമാശ്ലീഹായുടെ സംശയത്തിനും അവിടുന്ന് വിശ്വാസത്തിന്റെ സാധ്യത കണ്ടു. എമ്മാവൂസ് ശിഷ്യന്മാരുടെ നിരാശയിലും അവിടുന്ന് കൂടെ നടന്നുകൊണ്ട് ഹൃദയം ജ്വലിപ്പിച്ചു. ഇതാണ് ആനിമേഷൻ ലീഡർഷിപ്പ്. മറ്റുള്ളവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ തീ വീണ്ടും ജ്വലിപ്പിക്കുന്ന നേതൃത്വം. പ്രിയ അച്ഛന്മാരെ, നമ്മുടെ സമൂഹങ്ങൾക്ക് ഇന്ന് വേണ്ടതും ഈ പെർഫെക്റ്റ് സുപ്പീരിയേഴ്സിനേക്കാൾ കൂടുതലായി ഹ്യൂമൻ ആൻഡ് ഹോളി സുപ്പീരിയേഴ്സ് ആണ്. എല്ലാം അറിയുന്ന നേതാക്കളല്ല, കൂടെ നടക്കാൻ തയ്യാറാവുന്ന നേതാക്കളെയാണ് നമുക്ക് ആവശ്യം. ഫിയർ സൃഷ്ടിക്കുന്ന അധികാരമല്ല, ട്രസ്റ്റ് ജനിപ്പിക്കുന്ന ആത്മീയ പിതാക്കന്മാരെയാണ് നമുക്ക് ആവശ്യം. നാം പലപ്പോഴും കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് പരിഹരിക്കാൻ കൂടുതൽ സ്ട്രക്ചേഴ്സ്, പോളിസീസ്, കറക്ഷൻസ് എന്നിവ അന്വേഷിക്കും. എന്നാൽ പല പ്രശ്നങ്ങളുടെയും ആഴത്തിൽ ഒരു നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ബന്ധങ്ങളുടെ ഒരു ക്ഷാമമാണ്. പീപ്പിൾ ലോങ്ങിങ് ടു ബി അണ്ടർസ്റ്റുഡ്, അപ്രീഷിയേറ്റ്, അക്കംപനീഡ്. അതുകൊണ്ട് ലീഡർഷിപ്പ് begins not from power but from presence. Presence leads to trust, trust leads to communion, communion leads to mission. CMI സഭയുടെ പാരമ്പര്യത്തിൽ ആത്മാവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. മിഷണറി സീലിനോടൊപ്പം കൺടെംപ്ലേറ്റീവ് ഡെപ്ത്സും
അത് രണ്ടും ചേർന്നതാണ് നമ്മുടെ CMN സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം. നമ്മുടെ സഭാപിതാക്കന്മാർ നേതൃത്വം കണ്ടത് ഒരു അധികാരമായല്ല, മറിച്ച് ആത്മീയ പിതൃത്വമായിട്ടാണ്. അവർ സമൂഹങ്ങളെ നിർമ്മിച്ചത് സ്ട്രക്ചർ കൊണ്ട് മാത്രമല്ല, പ്രയർ, സാക്രിഫൈസ്, ഫ്രറ്റേണിറ്റി, വിഷൻ എന്നിവയോടുകൂടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിളി അഡ്മിനിസ്ട്രേഷൻ നന്നാക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. ഫ്രറ്റേണിറ്റി ഡീപ്പ് ആക്കുക, മിഷൻ മീനിങ്ഫുൾ ആക്കുക, ഓരോ അംഗത്തിൻ്റെയും ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവവേദ്യം ആക്കുന്ന ലീഡേഴ്സ് ആയി മാറുക. ഈ അനിമേഷൻ പ്രോഗ്രാം നമ്മുടെ ഉള്ളിൽ ചില അടിസ്ഥാന ചോദ്യങ്ങൾ ഉയർത്തട്ടെ. ഞാൻ സമൂഹത്തിൽ ഫിയർ ആണോ നൽകുന്നത് ഫ്രീഡമാണോ? ഞാൻ കേൾക്കുന്ന സുപ്പീരിയറാണോ നിർദ്ദേശിക്കുന്ന സുപ്പീരിയറാണോ? എന്റെ സാന്നിധ്യം സഹോദരന്മാരെ ജീവിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ടോ? ഞാൻ കമ്മ്യൂണിറ്റീസ് മെസ്സേജ് നൽകുകയാണോ കമ്മ്യൂണിറ്റീസ് അനിമേറ്റർ ചെയ്യുകയാണോ? എൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മളെ ഈ വരുന്ന 3 വർഷം അലട്ടിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാം, ഈ 1-2 ദിവസത്തെ അനിമേഷൻ കൊണ്ടൊന്നും നമ്മളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. എങ്കിലും നമുക്ക് പരിശ്രമിക്കാം. ചെറിയ മാറ്റങ്ങൾ, നിരന്തരമായ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കട്ടെ. അതിനുള്ള ഒരവസരമായി നമുക്കിതിനെ കാണാം. ഈ ദിവസങ്ങൾ റിന്യൂവലിൻ്റെയും ഡിസൈൻമെൻറ്റിൻ്റെയും ഗ്രേസിൻ്റെയും നിമിഷങ്ങളാകട്ടെ. നാം പരസ്പരം പഠിക്കട്ടെ, കേൾക്കട്ടെ, വളരട്ടെ. നമ്മുടെ സമൂഹങ്ങൾ എഫിഷ്യൻസിയിൽ മാത്രമായി അറിയപ്പെടാതെ ഫ്രറ്റേണിറ്റിയിലും ജോയിയിലും കമ്പാഷനിലും മിഷണറി സ്പിരിറ്റിനാലും അറിയപ്പെടുന്ന കമ്മ്യൂണിറ്റികളും വ്യക്തിത്വങ്ങളുമായി നാം മാറട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. നമ്മുടെ നേതൃത്വം അധികാരത്തിന്റെ പ്രകടനമല്ല, സ്നേഹത്തിന്റെ സാക്ഷ്യമാകട്ടെ. നമ്മുടെ ജീവിതം സമൂഹങ്ങൾക്ക് വെളിച്ചമാകട്ടെ. നമ്മുടെ സാന്നിധ്യം സഹോദരന്മാർക്ക് പ്രത്യാശ നൽകുന്നതാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ഈ 2 ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. താങ്ക് യു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായന. കർത്താവ് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങനോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്ന് അവിടുന്ന് പറയുന്നു. അങ്ങനെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാൽ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യങ്ങളും ഞാൻ ചെയ്യും. എന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. സ്നേഹിതാവായ ദൈവമേ, അടുത്തൊരു 3 വർഷക്കാലത്തേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ യാത്രയുടെ ആരംഭത്തിൽ മോശയെ പോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. നീ ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് ഈ ലോകം അറിയുന്നത്? പരിശുദ്ധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ,
വിശുദ്ധ തോമസ് ലീഗായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ചാവറ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. സ്നേഹമുള്ളവരെ, ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുകയല്ല, ഒരു പങ്കുവയ്ക്കലിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ചില കാണുമായിരിക്കും, വലിയ കാര്യമാക്കണമെന്നില്ല. നമ്മൾ ഈ വായിച്ചു കേട്ട വചനഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പരിചിന്തനം ചെയ്യാനൊക്കെയാണ് ഈ അവസരം വിനിയോഗിക്കുക. നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചു കേട്ടത് ആരംഭത്തിൽ. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഈ അടുത്ത 3 വർഷത്തേക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. അത് ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ മീറ്റിങ്ങിലും വീണ്ടും ഓർത്തോർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നോഷ്യത്തിൽ നോസ്മാസ് ആയിരുന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പിള്ളേരുടെ ആനിമേഷൻ ആയിരുന്നപ്പോഴൊക്കെ ഇതേ വാക്ക് തന്നെയാണ് എപ്പോഴും ആവർത്തിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, അത് പുതുതായിട്ടുണ്ടാക്കിയ ഒരു കോൺസെപ്റ്റൊന്നുമല്ല. നമ്മളെല്ലാവരും തന്നെ നോഷ്യത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പരിശീലനത്തിലുടനീളം നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, വചനത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം അത് തന്നെയാണ്. നമുക്കത് കാണാൻ സാധിക്കുന്നത് നിയമവാർത്ത പുസ്തകത്തിൽ, അതുപോലെ ലേവ്യരുടെ പുസ്തകത്തിലുമൊക്കെ അതിൻ്റെ ആഴത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗങ്ങളുണ്ട്. നിയമവാർത്ത പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം, അതുപോലെ തന്നെ ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യം. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷത്തിലും അതുപോലെ തന്നെ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലും ലൂക്കാ അറിയിച്ച സുവിശേഷത്തിലുമൊക്കെ അതിൻ്റെ ആവർത്തനം കാണുന്നത്. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ്, കോണ്ടെസ്റ്റുകളിലാണ് പ്രതിപാദിക്കപ്പെടുന്നത്. ഒരു മത്തായിയുടെ സുവിശേഷത്തിൽ ഏറ്റവും വലിയ ഒരു പ്രമാണം എന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ പ്രമാണം എന്നതുപോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. എന്നാൽ ലൂക്കായുടെ അറിയിച്ച സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് നിത്യജീവൻ അവകാശപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഒരു വചനഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്യന്തികമായി നമ്മുടെ സ്വർഗം പ്രാപിക്കണമെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധത്തിന് മുഴുവൻ ഉള്ളടക്കം ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്നാണ് നമ്മുടെ എല്ലാ നിയമസംഹിതകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിശുദ്ധഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തിന്റെ വിശദീകരണമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ട്സും എല്ലാം തന്നെ. പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം പഞ്ചഗ്രന്ഥിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ ആഴത്തിലുള്ള അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ സംഗ്രഹമൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെയും ആ ഒരു ഉറപ്പോടെയും മുന്നോട്ട് പോകാൻ 2 കാര്യം മാത്രം ചെയ്താൽ മതി: ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കുക. നമ്മൾ പൊതുവായിട്ട് വിചിന്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം എപ്രകാരം നമുക്ക് കൃപയുടെ നിറവിൽ ഈ നേതൃത്വ ശുശ്രൂഷ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ 2 ദിവസവും പര്യാലോചിക്കുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതും. അത് നമ്മളെ ഒരുപക്ഷെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് അവരുമായിട്ട് ഉടമ്പടി ചെയ്തു, അവരുടെ ബന്ധത്തിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനം സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കുന്നു, ആരാധന നടത്തുന്നു. അവർ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയാണ്. കർത്താവിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കാതെ അവർ പിന്മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
നമുക്കറിയാം അവരിങ്ങനെ യാത്രയൊക്കെ ഏകദേശം ഒരു പകുതി നടത്തിയിരിക്കുകയാണ്. ഒരു ചെലുത്താനും കടലിനും ഇടയ്ക്കൊക്കെ നിൽക്കുന്ന പോലെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തിരിച്ച് ജീവിതത്തിലേക്ക് എല്ലാം പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ വാഗ്ദാന ദേശം എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം കണ്ട സ്ഥലത്തേക്കും എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അവിടെ എത്തിക്കേണ്ട ആള് ദൈവമാണ്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഒരു വാഗ്ദാനം ലഭിച്ചു. അപ്പം അതുകൊണ്ട് അവരിങ്ങനെ ഒരു നിവൃത്തികേടിൻ്റെ അവസ്ഥയിലായിരിക്കുകയാണ് ഇസ്രായേൽ ജനം മുഴുവൻ. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ മോശ പ്രകാരം ദൈവത്തോട് ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റുകാരനായിട്ട് ഇപ്പോൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് മോശയായിരിക്കും. അതുകൊണ്ടാണ് മോശ ഇപ്രകാരം ഒക്കെ പറയുന്നത്, നീ പറയുന്നുണ്ടല്ലോ നീ ഇവരെ നയിക്കുക എന്ന് നീ പറയുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് നീ ആരെയാണ് എൻ്റെ കൂടെ വിടുന്നതെന്ന് നീ പറയാത്തത്? മോശ നല്ല വിടുക്കനാണ്. മോശയ്ക്ക് ആളെ വേണ്ടതൊക്കെ എന്തിനാണ്? മോശയ്ക്ക് ആളെയൊന്നും ആവശ്യമില്ല. പക്ഷേ നിവൃത്തികേട് വന്നപ്പോൾ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് മോശ തിരിച്ചറിയുമ്പോൾ മോശ പറയാണ്, നീ ഒരാളെ തരാമെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ആരെയാണ് വിടുന്നതെന്ന് നീ പറയുന്നില്ല. മോശ വളരെ വ്യക്തമായിട്ട് പറയാണ്, എനിക്ക് തന്നെ ഇത് പറ്റത്തില്ല, അപ്പം അതുകൊണ്ട് ഒരാളെ എനിക്ക് വേണം എന്ന് മോശ കൃത്യമായിട്ട് ദൈവത്തെ ദൈവത്തിന് അറിയാത്ത കാര്യമല്ല, ദൈവത്തെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര നാളുമായിട്ട് തരുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന മോശയ്ക്കറിയാം മോശ നയിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്താണ് അദ്ദേഹത്തിന് നയിക്കപ്പെടലിന്റെ അടിസ്ഥാനം? ദൈവവും മനുഷ്യരുമായിട്ട് ചെയ്ത ഒരു ഉടമ്പടി, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ ഉടമ്പടിയെല്ലാം ദൈവവും അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ നേതൃനിരയിലായിരിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ നമ്മളുമായിട്ടല്ല അവരോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ദൈവമായിട്ടാണ് ഉടമ്പടി. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതൊക്കെ ഇതിനെ തുടർന്നുള്ള വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മോശയ്ക്ക് വളരെ വ്യക്തമാണ്, ഞാൻ നയിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്, അതിൽ നിന്ന് പിന്മാറുന്നില്ല. പക്ഷെ നീ കൂട്ടുതരാന്ന് പറഞ്ഞാൽ എവിടെയാണെന്നാണ് മോശ ചോദിക്കുന്നത്. അപ്പോൾ മോശ ഇവിടെ നമ്മളോടൊക്കെ ഏറ്റു പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു നിവൃത്തികേട്, ഹ്യൂമൻ ഇൻസഫിഷ്യൻസി, എനിക്ക് തന്നെ പറ്റത്തില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എനിക്കൊരു കൂട്ട് വേണമെന്ന് പറയുന്ന ഓർമ്മ. അതുപോലെ തന്നെ ദൈവത്തിൽ അദ്ദേഹം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. സാധാരണ അല്ലെങ്കിൽ അദ്ദേഹം പരാതി പറയാൻ സാധ്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് പോകാൻ നേരെ തിരിയുന്ന ദൈവത്തിലേക്ക്. ദൈവം ഈ ജനത്തെ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പാണ് മോശയ്ക്ക്. എന്നിട്ടും മോശ ദൈവത്തിലേക്ക് തിരിയുകയാണ്. കാരണം അവന് അഭയം തേടാൻ മറ്റൊരു സാധ്യതയില്ല, മറ്റൊരു ഇടമില്ല. അതാണ് അവസ്ഥ. പിന്നെ അദ്ദേഹത്തിന് ഈ ഒരു നേതൃത്വത്തിന്റെ ഭയങ്കര ഭാരം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. അപ്പം ആ ഭാരം ഇങ്ങനെ നിറച്ച് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തോട് തിരിഞ്ഞ് ഈ പ്രകാരമുള്ള ചില അഭ്യർത്ഥനകൾ നടത്തുന്നത്. അതിനെ തുടർന്ന് ഉടൻ തന്നെ അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമ്മൾ പ്രകാരമാണല്ലോ വായിച്ചു കേട്ടത്. നിന്റെ വഴികൾ നീ എന്നെ അറിയിക്കുക, അങ്ങനെ ഞാൻ നിന്നെ അറിയട്ടെ. അദ്ദേഹം അവരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഉടനെ ഈ ആളുകളുടെ കാര്യമൊന്നുമല്ല അവർ പറയുന്നത്. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, നീ നിന്റെ വഴികൾ എന്നെ ഒന്ന് അറിയിക്കുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ അറിയാൻ പറ്റുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരു നേതൃത്വത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പോലെ ആളുകളെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് നമുക്കിപ്പോൾ പ്രശ്നം പരിഹരിക്കാമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ മോശയും ദൈവവും തമ്മിലുള്ള ബന്ധം ആഴപ്പെടുത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ നേതൃനിരയിലാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം ഒന്നാമതായിട്ട് ഒന്ന് മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ആ മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആ വഴിയാണ് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമുക്ക് ചാവറേച്ചന്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. അത് ദീർഘനേരം ദൈവസന്നിധി ചെലവഴിച്ചു നമ്മൾ എപ്പോഴും വായിക്കുകയും കേൾക്കുകയും അതുപോലെ തന്നെ നമ്മൾ നിരന്തരം ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചാവറേച്ചൻ എനിക്ക് തോന്നുന്നു നിരന്തരം ഈ ദൈവസന്നിധിയിൽ പോയിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ഹിതം അറിയുക, അങ്ങനെ ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ദൈവം ഏൽപ്പിച്ച ജോലിയിൽ പങ്കുകാരാകാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അറിയുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുകാരാകാനായിട്ട്, അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധ്യതയുണ്ടാകും. അതാണ് നമ്മൾ കാണുന്നത്.
അതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത് നിന്റെ ആളുകളാണെന്ന് നീ ഓർക്കണം എന്നാണ് അറിയാവുന്നത്. നീ ഇത് നിന്റെ ജനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫ്രീ ആകുന്ന ഒരു സമയമാണ്. നമ്മുടെ ആളുകളൊന്നുമല്ല നമ്മുടെ കൂടെ നിൽക്കുന്നതല്ല, നമ്മൾ നേരത്തെ കൊടുക്കുന്നത് നമ്മുടെ സ്വന്തമൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആകാൻ പറ്റും. നമ്മുടെ ആവശ്യമില്ലാതെ ഇവരെ ഓർത്ത് ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ പല ആളുകളും ചോദിച്ചു ഈ ദിവസങ്ങളിലൊക്കെ ടെൻഷനൊന്നും ഇല്ല. എനിക്ക് ഒരു ടെൻഷനും ഉണ്ടാകുന്നില്ല, ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടല്ല, കാരണം ദൈവത്തിൻ്റെ ജനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളെയാണ് നമ്മൾ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മൾ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ആളുകൾ എൻ്റെതാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ടെൻഷൻ. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഓണർഷിപ്പിലേക്ക് പോകേണ്ടതായിരുന്നു. നമ്മളെല്ലാം സ്റ്റ്യൂവേർഡ്സ് ആണ്. ആ ഒരു വലിയൊരു ക്ലാരിറ്റിയോടുകൂടെ മുൻപോട്ട് പോകാൻ ദൈവം നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഉടൻ തന്നെ ദൈവം അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എൻ്റെ സാന്നിധ്യം നിരന്തരം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ നിനക്ക് റെസ്റ്റ് തരും, അല്ലെങ്കിൽ നിനക്ക് സമാധാനം തരും, നിനക്ക് ശാന്തി തരും എന്നാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. വായിക്കാം. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അതാണ് കർത്താവ് പറയുന്നത്. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നമുക്ക് ആശ്വാസമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്കിതെടുത്ത് വായിച്ചു നോക്കിയാണ്. ദൈവം തന്നെ നമ്മോടുകൂടെ വരികയും നമുക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നാണ് ദൈവം മോശയ്ക്ക് മറുപടി നൽകുന്നത്. നമുക്കിത് അതിൻ്റെ വിശദീകരണം നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴും എൻ്റെ കണ്ണും വെട്ടത്ത് നീ ഉണ്ടായിരിക്കുമെന്നാണ് ദൈവം നീ ആശ്വാസ ടെൻഷൻ അറിയണ്ട. എൻ്റെ കണ്ണും വെട്ടത്ത് എപ്പോഴും നീ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രസൻസിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഉറവിടമൊക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പിൽ നടക്കാനായിട്ടുള്ള ഭാഗ്യം മോശക്കുണ്ടാകും എന്നാണ് പറയുന്നത്. ആ ഉറപ്പാണ് ദൈവം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദൈവം നൽകുന്ന രണ്ടാമത്തെ നിരന്തരമായിട്ട് നയിക്കാനായിട്ട് കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന വാഗ്ദാനം. അതുപോലെ തന്നെ ദൈവം നൽകുന്ന ഒരു കാര്യം പ്രൊട്ടക്ഷനാണ്. നീ പേടിക്കൊന്നും വേണ്ട, പിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന വലിയ ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവം വാഗ്ദാനം ചെയ്യണം. മോശ വെറുതെ ഈ ജനം നിന്റെതാണെന്ന് ഓർക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഉടൻ തന്നെ മറുപടി പറയുന്നത് നോക്കിയ ദൈവം. അപ്പം അതാണ് നമ്മൾ ആത്യന്തികമായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കേണ്ടത്, അംഗീകരിക്കേണ്ടതും നമ്മൾ ഏറ്റുപറയേണ്ടതും അക്നോളജ് ചെയ്യേണ്ട കാര്യം. ഇതൊന്നും എൻ്റെതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്, ദൈവം ഏൽപ്പിച്ചതാണെന്ന് പറയുന്ന ഒരു വലിയ ബോധ്യം. അപ്പോൾ ദൈവം നമുക്കുടനെ കൃത്യം വാഗ്ദാനം തരും. ഞാൻ നിന്റെ കൂടെ, നിന്റെ മുമ്പ് ഞാൻ നടക്കും, അതുപോലെ നിനക്ക് ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആശ്വാസം നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്ക് ഈ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ. ഈ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ നമുക്ക് ഈ ഒരു കൃപയോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇതെല്ലാം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. മോശ പറയുകയാണ്, ഈ ദൈവമേ നിന്റെ സഹായമില്ലാതെ എനിക്ക് തീർച്ചയായിട്ടും ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്താൻ പറ്റത്തില്ല, എൻ്റെ യാത്ര തുടരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും രീതിയിൽ വിജയം വരിച്ചാൽ തന്നെ അതിനൊരു അർത്ഥം ഉണ്ടാകുന്നില്ല, നീ കൂടെ ഇല്ലെങ്കിൽ. അതൊക്കെയാണ് ഈ വചനഭാഗം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്തതായിട്ട് മോശ വീണ്ടും ഈ ഒരവസ്ഥയിൽ മോശ വീണ്ടും പറയുന്ന കാര്യങ്ങളാണ്. നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തരാണെന്ന് ലോകം പറയും. അതാണ് മോശ പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമർത്ഥരെന്നുള്ള നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം, നമ്മുടെ ഏറ്റവും വലിയ വ്യതിരിക്തത അല്ലെങ്കിൽ അനന്യത എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന ഒരു ബോധ്യം, ദൈവത്തിൻ്റെ ആളുകളാണെന്നുള്ള രീതിയിലുള്ള അടയാളപ്പെടുത്തുന്ന ജീവിതശൈലിയൊക്കെ നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൂടെ വസിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. മോശ ഇതിലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മിലിറ്ററി പവറിൽ, അദ്ദേഹത്തിൻ്റെ
സമ്പാദ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ മറ്റ് ശക്തിയിലൊന്നുമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആശ്രയത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പല ആശ്രമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയുള്ള ആശ്രമങ്ങളുണ്ട്, വേറെ ചില ആശ്രമങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയൊന്നും ഇല്ലാത്ത ആശ്രമങ്ങളുണ്ട്. പ്രോവിൻസ് സഹായിച്ചൊക്കെ മുൻപോട്ട് പോകുന്ന ആശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ പൊതുവെ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആശ്രമങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രലോഭനമാണ്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു, കാര്യങ്ങളൊക്കെ ശരിയായി പോകും എന്ന് പറയുന്ന ഒരു അമിതമായിട്ടുള്ളൊരു ആത്മബലം തോന്നാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പം അതിന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, അതൊന്നും അത്ര ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന വിചാരമല്ല, ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യമല്ല. മറിച്ച് നീ എന്തുമാത്രം ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള രീതിയിൽ നീ വ്യാപരിക്കുന്നു, എന്തുമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ജീവിക്കാനുള്ള അവസരം നീ കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നിനക്ക് നിലനിൽപ്പുണ്ടാകുക. അതുപോലെ തന്നെ ആ ആശ്രമത്തിൻ്റെ ഒരു ശുശ്രൂഷയൊക്കെ കൂടുതൽ നിലനിൽക്കുന്നതും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നത്. നമ്മളിത് ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കൃപ നിറഞ്ഞ നമ്മുടെ നേതൃത്വ ശൈലിയെ പ്രകാരമായിരിക്കണമെന്ന് ഓർക്കുകയായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ 25-ാം തീയതി മെയ് 25-ാം തീയതി മാർപ്പാപ്പ ഇറക്കിയ ഈ ചാക്രിക ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലും ഇതേ ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ റേലും നവാലും ഒക്കെ എപ്പോഴാണ് നമുക്ക് പുറത്തിറങ്ങിയത് നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ ഈ പുതിയ ഒരു കാലഘട്ടത്തിൽ ഏകദേശം അതേ ഒരു ശൈലിയിൽ തന്നെയാണ് ഈ പുതിയ ചാക്രിക ലേഖനം പരിശുദ്ധ പാപ്പ പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസങ്ങളിൽ കണ്ടിരുന്നു അതിൻ്റെ മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, മഗ്നിഫിസൻറ്റ് ഹ്യൂമാനിറ്റി എന്നൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ഈ മനുഷ്യവർഗത്തിൻ്റെ സാന്നിധ്യം, ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യൻ്റെ രഹസ്യാത്മകത, മിസ്റ്റീരിയസ് ആസ്പെക്റ്റ് ഒക്കെയാണ് നമുക്ക് ഈ മനുഷ്യനെ കാണുമ്പോഴെല്ലാം നമുക്ക് തിരിച്ചറിയേണ്ടതെന്ന് ഈ ചാക്രിക ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നുകൊണ്ടല്ല, ഈ നമ്മുടെ മനുഷ്യനിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ മനുഷ്യന്റെ ഈ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഈ സ്വഭാവത്തിന് ഒരുപടി പരിധിവരെ മങ്ങലേൽപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് സഭയെ പ്രതിനിധീകരിച്ച് മാർപ്പാപ്പ ഇപ്രകാരമുള്ള ഒരു ചാക്രിക ലേഖനം ഇറക്കി അദ്ദേഹം നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നു. എത്ര വലിയ മനുഷ്യനിർമ്മിത ബുദ്ധി ഉണ്ടായാലും ഈ മനുഷ്യന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങളിൽ കൂടിയിട്ടുണ്ടായിരുന്നു. മനുഷ്യന്റെ മഹത്വം എപ്പോഴും ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ തുടരും എന്ന് പ്രത്യേകമായിട്ട് ഈ ചാക്രിക നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ ടെക്നോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളല്ല നമ്മുടെ മൊറാലിറ്റിയെ നിയന്ത്രിക്കേണ്ടത്, നിശ്ചയിക്കേണ്ടത്. അതെപ്പോഴും അത് ന്യൂട്രലാകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതെപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ പിടിച്ചു പോകുന്ന ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു മധ്യഭാഗത്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറാതെ ഒരു ആത്മീയമായിട്ടുള്ള ഉറപ്പോടും കൂടെ മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ള ആളുകളായിട്ടും നമുക്ക് നേതൃത്വ നിലയിൽ നിൽക്കാനായിട്ട് സാധിക്കണം എന്ന പ്രത്യേകമായിട്ട് ഈ ഒരു ചാക്രിക ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ഈ മനുഷ്യാതീതമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക ശാസ്ത്ര പുരോഗതിയിൽ ഒരുപാട് ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. എന്നാൽ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ എപ്പോഴും ഇപ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെടുന്നത് എഫിഷ്യൻസിയാണ്. തോമസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, എഫിഷ്യൻസിയെ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു മൂല്യമായിട്ടൊക്കെ കാണാനായിട്ടുള്ള ഒരു പ്രലോഭനം നമ്മുടെ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതിനൊക്കെ എതിരെ പ്രത്യേകമായിട്ട് ഈ മാർപ്പാപ്പ വാണിംഗ് തരികയാണ്. അതും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര മനുഷ്യനിർമ്മിത ബുദ്ധി വികസിച്ചാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നീതിയും അതുപോലെ തന്നെ കൂട്ടായ്മയും പൊതു നന്മയും
എല്ലാവരെയും കൂടി ഉൾച്ചേർക്കുന്ന മനോഭാവമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. അത് ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ഈ ശാന്തിലേഖനം മുഴുവൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യ ഭാഗത്ത് തന്നെ എടുക്കുന്ന 2 പ്രതീകങ്ങളാണ് ഈ ബാബേൽ ഗോപുരവും അതുപോലെ തന്നെ പുനരുദ്ധരിക്കപ്പെടുന്ന ജെറൂസലേമും. ഈ 2 പ്രതീകങ്ങളും നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ചുമന്ന് കാണാം. ബാബേൽ ഗോപുരം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്, 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളിവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഇവിടെ വായിക്കുകയാണ് ഞാൻ. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്നൊരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിഹ്നിച്ചിതറിപ്പോകും. അവരുടെ ദേശം മറ്റൊന്നുമല്ല, അവരുടെ പ്രശസ്തി നിലനിർത്തുക എന്നുള്ളത്. ഈ ബാബേൽ ഗോപുരത്തിൻ്റെ ഉദ്ദേശം അവരുടെ പ്രശസ്തി എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ളതാണ്. അതിനെതിരെയാണ് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും അവരെ ചിതറിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരെ ശരിക്കും ഈ വ്യതിരിക്തതയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവരുടേതായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കാൻ നോക്കുന്നു. അവരുടേതായിട്ടുള്ള ഭാഷ, അത് മാത്രം ഒരു യൂണിഫോമിറ്റിയിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ ശരിക്കും ചെയ്യുന്നത് അവർ ടെക്നോളജി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ അഹങ്കാരം അങ്ങനെ ഡോമിനേറ്റ് ചെയ്തിട്ട് അവർ ശരിക്കും ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ അവരുടേതായിട്ടുള്ള രാജ്യം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അതാണ് ഈ ബാബേൽ ഗോപുരം. ബാബേൽ ഗോപുരം ഒരു നെഗറ്റീവ് സിമ്പിളായിട്ടാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. അതിന് ദൈവത്തോട് ഒരു റഫറൻസും കാണുന്നത് നമുക്കതാണ്. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിലേക്ക് ഒരു റഫറൻസും അവരുടെ പ്രവൃത്തിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത് ഉയർത്തപ്പെടുന്നത് അവരുടെ അഹങ്കാരത്തിലും അതുപോലെ തന്നെ അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിവിടെ ശരിക്കും നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്നു. പിന്നീട് അതുപോലെ അവർക്ക് അവർ തമ്മിലുള്ള ഒരു ബന്ധം നഷ്ടപ്പെടുന്നതായിട്ടൊക്കെയാണ്, അവർ ചിതറിക്കപ്പെടുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അങ്ങനെ സ്വാർത്ഥപരമായിട്ടും അഹങ്കാരം കൊണ്ടുമൊക്കെ മുന്നോട്ട് നീങ്ങുന്നവരെ ദൈവം ചിതറിച്ചു കളയുന്നതായിട്ട് നമ്മൾ കാണുന്നു. മനുഷ്യർ എത്രയൊക്കെ എഫേർട്ട് ഇട്ടാലും നമുക്കറിയാമല്ലോ, നമുക്ക് എത്ര കഴിവുള്ളവരെ, എത്ര സ്കില്ലുള്ളവരാന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ സാധിക്കത്തില്ല എന്ന് പ്രത്യേകമായിട്ട് ഈ ബാബേൽ ഗോപുരത്തെ, ആ പ്രതീകത്തെ കാണിച്ചുകൊണ്ട് മാർപ്പാപ്പ ഊന്നി പറയുക. അടുത്ത ഒരു പ്രതീകം എന്ന് പറയുന്നത് ഈ നമ്മുടെ ജെറൂസലേമാണ്. തകർക്കപ്പെട്ട ജെറൂസലേം പുനരുദ്ധരിക്കപ്പെടും. അതാണ് അടുത്ത പ്രതീകമായിട്ട് മാർപ്പാപ്പ കാണിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതീകമായിട്ടാണ് മാർപ്പാപ്പ കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഈ നെഹെമ്യായെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ മ്ലാനവദനായിട്ട് എപ്പോഴും രാജാവിൻ്റെ ഒപ്പം പോയി നിൽക്കുമ്പോൾ രാജാവ് എന്താണ് അതിൻ്റെ മുകളിൽ സാധാരണ വളരെ സന്തോഷവാനായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ മുഖം മ്ലാനവദനമായിരുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം രാജാവിനോട് പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം നൽകിയ ഈ ജെറൂസലേം ദേവാലയവും അതുപോലെ തന്നെ മതിലുകളുമൊക്കെ ഇങ്ങനെ തകർക്കപ്പെട്ട് കത്തിയെരിഞ്ഞ് കിടക്കുകയാണെന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ ഈ നെഹെമ്യ രാജാവിന് ഇതുപോലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, അദ്ദേഹം ചെയ്യുന്നത് ഒരുപാട് ദിവസം അദ്ദേഹം ഉപവസിച്ചു എന്നാണ് പറയുന്നത്. നെഹെമ്യയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അതാണ് നെഹെമ്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ രാജാവിനോട് ചോദിച്ചാൽ എന്തും സാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇത് നെഹെമ്യ ചെയ്യുന്നതാണ്. ദൈവസന്നിധിയിൽ പോയി ഉപവസിച്ച് നെഹെമ്യ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അദ്ദേഹം പരിഹാരം കാണുന്നത് ഇപ്രകാരമാണ്. ഉടൻ തന്നെ ചെന്ന് അദ്ദേഹം കമാൻഡ് കൊടുക്കുകയല്ല, ആളുകളൊക്കെ കണ്ട് രാത്രി വളരെ സൈലൻ്റായിട്ട് പോയി ആരും അറിയാതെ അദ്ദേഹം ഈ ജെറൂസലേമിൻ്റെ തകർക്കപ്പെട്ട അവസ്ഥ കാണുക. എന്നിട്ട് അദ്ദേഹം ഈ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നു.
ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ അവരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിലാണ് ഈ ജെറൂസലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെടുന്നത്, ജെറൂസലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കപ്പെടുന്നത്. ഇതെല്ലാം ഈ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അവര് അന്ന് അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും ആ സാധ്യതകളെ ഒന്നും വെറും മനുഷ്യന്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച്, പ്രാർത്ഥനയിൽ ആശ്രയിച്ച്, എല്ലാവരുടെയും സഹായത്തോടെ ഒരു കൂട്ടായ്മയുടെ മനോഭാവത്തോടു കൂടിയാണ് പൂർത്തിയാക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ശരിക്കും ഈ കല്ലുകളൊക്കെ കൂട്ടിവെക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ബന്ധങ്ങളെ അദ്ദേഹം പുനരുദ്ധരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഇത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ മോഡലാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ മോഡൽ. വെറുതെ ഒരു യൂണിഫോമിറ്റി, എല്ലാവരെയും ഇങ്ങനെ ഒരുപോലെ ഒരേ അച്ചിൽ വാർത്തെടുക്കുക എന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് വ്യതിരിക്തത ഉണ്ടായിക്കൊള്ളട്ടെ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാധ്യത ഇവിടെ നമുക്ക് മനുഷ്യന്റെ ഒരു സംസ്കാരത്തിലും പാരമ്പര്യത്തിലൊക്കെ ഉണ്ടാകണം എന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളാണ്. ആ റോളിനകത്ത് ആവശ്യമില്ലാതെ ഇടപെടുന്ന ടെൻഡൻസിയൊന്നും ഒരിക്കലും ഈ നെഹെമ്യായുടെ ഭരണ പാഠത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഈ ശക്തിയൊക്കെ ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് ഉള്ളൊരു ഉറപ്പ് അദ്ദേഹം കാണുന്നുള്ളത് ഈ ഒരു മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഏറ്റവും അവസാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സെന്റ് അഗസ്റ്റിൻ്റെ കൂട്ട് തന്നെയാണ്. എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാണ് വരേണ്ടത് എന്നാണ് സെന്റ് അഗസ്റ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഓർക്കാൻ സാധിക്കും. ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് ഈ ഒരു കൃപ നിറഞ്ഞ ഒരു നേതൃത്വം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെയും ഈ നെഹെമ്യ ചെയ്തതുപോലെ, മോശ ചെയ്തതുപോലെ ദൈവത്തിലേക്ക് തിരിയാനും പ്രാർത്ഥനയിൽ ആശ്രയിക്കാനും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് കൃപയുള്ള ഒരു നേതൃത്വം നമുക്ക് നൽകാനായിട്ട് സാധിക്കുക. പരിമിതികളുണ്ടെന്നൊക്കെ അറിയാം. നമ്മുടെ പുതിയ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് തിരക്കുകളുണ്ട്. ആ പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് കൃപയോടുകൂടെ നമ്മുടെ സമൂഹത്തെ നയിക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് യൂസ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിൽ അത് എല്ലാ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. കാനോനിക് യൂണിവേഴ്സിറ്റിന് വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പേഴ്സണലായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടെ കാണുന്നത് കൊണ്ട് ചില പൊതു കാര്യങ്ങൾ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏതെങ്കിലും കാര്യം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പരിചയമുള്ള സുഖീകരിച്ചൊക്കെ ഇരിപ്പുണ്ട്, അവർക്ക് ഓർമ്മപ്പെടുത്താം. നമ്മൾ പറഞ്ഞു വന്നത് മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ പ്രകാരം നമ്മുടെ നേതൃത്വം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുപ്പീരിയേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടയാളങ്ങൾ ഇത് മൂന്നുമാണെന്നാണ് ഞാൻ ഇത്രയും നാൾ സന്യാസം ജീവിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകാം. ബിഫോർ ദ യൂക്കറിസ്റ്റ്, അതുപോലെ തന്നെ വചനം വായിക്കാനായിട്ട് നമ്മുടെ സമയം കണ്ടെത്തുമ്പോൾ, അതുപോലെ നമുക്ക് നമ്മുടെ പാവപ്പെട്ടവരോടും ഏതെങ്കിലും രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ അടുത്തിരിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്തുന്ന സാധിക്കുന്നത്. നമ്മുടെ അശ്രദ്ധത്തിൽ തന്നെ ആയിരിക്കാം, ചില ആളുകൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരോടൊക്കെ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, ദൈവത്തിൻ്റെ സാമീപ്യത്തിലാണ് വ്യാപരിക്കുന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒരു നേതൃത്വത്തിലേക്ക് അയക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് ഒരുപക്ഷെ അതിരാവിലെ അല്പനേരം നേരത്തെ എഴുന്നേറ്റ് നമുക്ക് ദേവാലയത്തിൽ വന്നിരിക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രൈവറ്റ് ടൈം എന്ന് പറയുന്നത് കിടക്കാൻ പോയിട്ട് നമ്മുടെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ആ ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയം പേഴ്സണൽ പ്രയറിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ ഈ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് നിൽക്കാൻ പോകുന്നത്.
ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യത്തിൽ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പല പ്രശ്നങ്ങളും സ്കില്ല് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വളരെ വ്യക്തമായിട്ട് ദൈവം പല ആളുകളുടെയൊക്കെ ഇടപെട്ട് പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ വളരെ പേഴ്സണലായിട്ട് സമയം ചെലവഴിക്കാൻ എല്ലാവരും തന്നെ തീരുമാനിക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് കൃത്യമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. മറ്റൊരു കാര്യം നമുക്കറിയാം, നമ്മളിപ്പോൾ ചെല്ലാനായിട്ട് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കാനോനിക്കൽ പ്രയർ നമ്മുടെ സിനഡ് അംഗീകരിച്ചിരിക്കുന്ന പുസ്തകമാണ്. ഇപ്പോൾ നമ്മുടെ ഹൗസുകളിലെല്ലാം തന്നെ അതൊക്കെ അതാണ് ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ ആ പുസ്തകം ചിലയിടത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെല്ലുന്നതിലേക്ക് ഒന്ന് മേടിച്ചവിടെ വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആളുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ അത് ഇല്ല എന്ന് പറയുന്നത് നമുക്കൊരു മോശമാണ്. പിന്നെ ചിലരൊക്കെ പറയുന്നത് 2 പേര് 3 പേരുള്ളപ്പോഴൊക്കെ ചെല്ലണോ എന്ന് സംശയമുണ്ട്. 2 പേരുണ്ടെങ്കിലും ചെല്ലാം. ഞാനിപ്പോൾ സാധാരണ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ ചെല്ലാറുണ്ട്. പാട്ടറിയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പാട്ടിന് ട്യൂണല്ലാതെ കൊടുത്തിട്ടുണ്ട്. ആ ട്യൂണൊക്കെ മൊബൈലിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പാട്ടിൻ്റെ ട്യൂൺ അറിയത്തില്ല എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു വിഷമം ആരും വിചാരിച്ച് ചെല്ലാതിരിക്കരുത്. 2 പേരുണ്ടെങ്കിൽ 2 പേര് ചെല്ലി. അതിന് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ മുമ്പേ തമ്പുരാൻ്റെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഒരു ഇത്രയും നാള് ഈ സന്യാസം ജീവിച്ചപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. നമ്മൾ തനിച്ച് യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ ഈ കാനോനിക്കൽ പ്രയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രൊട്ടക്ഷൻ. അതിനെക്കാട്ടൊരു പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ സന്യാസവും നമ്മുടെ പൗരോഹിത്യവും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന മതിലുകളാണ് നമ്മുടെ ഈ കാനോനിക്കൽ പ്രയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുമ്പസാരത്തിൽ പറഞ്ഞ് ഏറ്റുപറയാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ഭാവമാണ് നമ്മൾ പറയുന്നത്, ചെല്ലാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു നിർബന്ധത്തോടുകൂടെ മറ്റ് സമൂഹത്തിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും തനിച്ചൊക്കെ ചെല്ലാൻ ഉള്ളൊരു പരിശ്രമം തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതായിരിക്കും എന്ന ദിവസത്തിൽ ഓർമ്മപ്പെടുത്തുക. പിന്നെ നമുക്കറിയാം, നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഈ 7-8 വരെ നമ്മുടെ ആശ്രമങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഹോളി അവറാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയുടെ സമയമായിട്ട് നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മറ്റ് പരിപാടികളൊക്കെ ഒന്നും ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ബ്രദേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാമല്ലോ, അവർ ആ സമയത്താണ് അവിടെ വന്ന് പ്രാർത്ഥനയിൽ ചെലവഴിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നേതൃത്വം വഹിക്കുന്ന ആള് ഒരു നിർബന്ധം ഉണ്ടാകണം. വലിയ നമ്മുടെ ഭവനങ്ങളിലൊക്കെ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് അറിയാം. ചെറിയ നമ്മുടെ ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ റീജൻസി ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഈ റീജൻസിക്ക് ആളുകളെ വിട്ടിരിക്കുന്നത് പണിയാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഒരു പരിശീലനം കൂടെ അവിടെ നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അതുകൊണ്ട് ഈ 7 മുതൽ 8 വരെയുള്ള സമയം നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഹൗസിൻ്റെ സുപ്പീരിയർ എന്നുള്ളതിലെയും ആശ്രമത്തിൻ്റെ അധ്യയനം എന്നുള്ളതിലെയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നൊരു കാര്യം അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, അങ്ങനെ ചെയ്യാനും കൂടെ പരിശ്രമിക്കണം എന്ന ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. പിന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെല്ലാവരും തന്നെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ എന്നുള്ളതിനെയും നമ്മുടെ ആശ്രമത്തോട് ചേർന്നുള്ള ഭവനങ്ങൾ സന്ദർശിക്കണം. അങ്ങനെയുള്ള ഭവനങ്ങൾ സന്ദർശിക്കാനും അവരോടുള്ള നല്ല ബന്ധത്തിലായിരിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല വൊക്കേഷൻസ് കിട്ടുന്നത്. ഈ കഴിഞ്ഞ വർഷം നമുക്ക് 6 പേരെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. 2 പേര് പോയി, 4 പേരാണ് അല്ലേ. ഈ വർഷം 7 പേരെയാണ് ഒരുപാട് പരിശ്രമിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 7 പേരെയാണ് നമുക്ക്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സിനാക്സിസിൽ ദാനിയേലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മളിങ്ങനെ എഫിഷ്യൻസി കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമല്ല, പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടേണ്ടതാണെന്നാണ് പറയുന്നത് വൊക്കേഷൻ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിരുന്നു. സഭ ഇന്ന് ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വചനത്തിലേക്ക് പോവുക, അതുപോലെ തന്നെ നമ്മൾ അപ്പർ റൂമിലേക്ക് പോവുക, പിന്നെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും അനുഷ്ഠിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും വീണ്ടും ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്.
നമ്മുടെ വചനത്തോട് അടുത്തിരിക്കുക, ദിവ്യകാരണത്തോട് അടുത്തിരിക്കുക, അതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകളോട് അടുത്തിരിക്കുക, പ്രായശ്ചിത്തവും പ്രാർത്ഥനയും നമ്മുടെ തുടരുക. അതാണ് നമുക്ക് ഒക്കേഷൻ കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതൃത്വം വഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അവിടെ മറ്റ് അംഗങ്ങളുണ്ടെങ്കിൽ അവരെ എംപവർ ചെയ്ത് ഈ ഒരു ഒക്കേഷൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാനായിട്ടാണ് നിർബന്ധിക്കുകയെന്നാണ് ശ്രദ്ധപ്പെടുത്തുക. പിന്നെ നമുക്ക് നമ്മുടെ ഈ വർഷം മീഡിയ ഇയറായിട്ട് നമ്മൾ വിനിയോഗിക്കുക. മീഡിയ ഇയറായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ ബൈസെൻറ്റിനറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അതിന് പൊതുവായിട്ടുള്ള നിർദ്ദേശം തീർച്ചയായിട്ടും തരാം. പക്ഷേ എല്ലാ ആശ്രമവും എനിക്ക് അതിനോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ഏകദേശം സ്ഥാപനവും ഇടവയൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയ ഉദ്ഘാടനം വെക്കണം. അതുപോലെ അത് എപ്രകാരം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു സെഷനെങ്കിലും നമുക്ക് നമ്മുടെ അവിടെയുള്ള ചെറുപ്പക്കാരെയും അതുപോലെ പ്രായമായവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സ്വാധീനം വഴിയായിട്ട് സമൂഹം അനുഭവിക്കുന്ന തിന്മകളെ കുറിച്ചുമൊക്കെ അവരെ ഓർമ്മപ്പെടുത്താൻ ഉതകുന്ന 1-2 പരിപാടികളെങ്കിലും ഈ ഒരു വർഷം ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണമെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നമ്മുടെ മാന്നാനത്തെ പ്രിയദർശനൊക്കെ വരുന്നുണ്ട്. മാന്നാനം പിൽഗ്രിമേജ്, അതുപോലെ മാന്നാനത്ത് അല്പം കൂടി ആളുകളെ എത്തിക്കാനായിട്ടുള്ള നമ്മുടെ ഉദ്യമങ്ങൾക്ക് അല്പം കൂടി ആക്കം കൂടണം. പ്രിയദർശൻ ചില ആശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് നമുക്ക് ആലോചിക്കാനായിട്ടുള്ള സമയം ആയിട്ട് ഇതിനെ ചെലവഴിക്കാവുന്നതാണ്. അപ്പോൾ മാന്നാനം പിൽഗ്രിമേജ്, മാന്നാനം അതുപോലെ തന്നെ കൈനകരി, ഈ 2 സ്ഥലങ്ങളും ചാവറയച്ചൻ്റെ ചാവറ പിതാവിൻ്റെ അദ്ദേഹം ജീവിച്ചതും അദ്ദേഹം ജനിച്ചതുമായിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രൊവിൻസിലാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രാധാന്യം നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. അതിന് എപ്രകാരം നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് അങ്ങോട്ടുള്ള യാത്രയും അവിടെയുള്ള സാന്നിധ്യവും ഒക്കെ എപ്രകാരം നമുക്ക് കൂടുതൽ ഫലപ്രദമാക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത ഈ അവസരത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ട ചില ക്രമീകരണങ്ങൾ അതിനോട് സഹകരിക്കാനായിട്ട് ഈ അവസരത്തിൽ എല്ലാവരോടും പ്രത്യേകമായിട്ട് അപേക്ഷിക്കുക. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ വളരെ ഏറ്റവും ശക്തമായിട്ടാണ് ഒരു കാര്യമാണ് സോണൽ ഗ്യാതറിങ്സ്. അതിൻ്റെ ശക്തി ഒട്ടും കുറയ്ക്കാൻ പാടില്ല. നമ്മൾ എനിക്കുന്ന സോണൽ ഗ്യാതറിങ്ങിലാണ് നമുക്ക് പല ഇടങ്ങളിലും സഹകരിച്ച് സാമ്പത്തികമായിട്ടുള്ള പങ്കുവയ്ക്കലൊക്കെ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് 1-2 വിഷയങ്ങളൊക്കെ പക്ഷേ പരിഗണിക്കാൻ പറ്റുന്നത് ഞാൻ അവിടെ ഇങ്ങനെ കൂട്ടിച്ചേർത്തതേ ഉള്ളൂ. മീഡിയയിലുള്ള സെലിബ്രേഷന് അനുബന്ധിച്ച ഏതെങ്കിലും സോണൽ ഗാദറിംഗ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ചില പ്രസൻറ്റേഷൻസ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പാപ്പാപ്പന്മാർ നമ്മളെ അറിയിക്കുന്ന ചാക്രി ലേഖനങ്ങൾ, സഭയുടെ പഠനങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തുടരുന്നതായിരിക്കും. കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിന്നെ നമുക്ക് മന്ത്ലി റിക്കളക്ഷൻ നമുക്ക് എല്ലാ മാസവും വേണമെന്നുള്ള കാര്യം അറിയാമല്ലോ. 1-2 പേരുടെ അടുത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. എങ്കിലും ഒരു ആദ്യത്തെ വെള്ളിയാഴ്ച അന്ന് നമുക്കൊരു ആരാധനയുടെയായിട്ട് 1 മണിക്കൂർ ചെലവഴിക്കുകയും അന്നത്തെ ഒരു സന്ധ്യയെങ്കിലും അല്പം നിശബ്ദതയിലൊക്കെ ആയിരിക്കാനായിട്ട് തന്നെ ഉള്ള സ്ഥലത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത്. അന്ന് വൈകുന്നേരത്തെ ഫോൺ വിളിയാണ് അവർ ഒഴിവാക്കാത്തത്. അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്കൊരു ദിവസം ഒരു നമുക്ക് മാസധ്യാനമായിട്ട് ചെലവഴിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാനോനിക്കലായിട്ട് നമ്മുടെ ഹൗസുകളിലൊക്കെ അത് നമുക്ക് വളരെ സോളമായിട്ട് ചെയ്യാൻ പറ്റും. ചിലർക്ക് എനിക്കൊന്ന് കുമ്പസ്ഥാനത്തിനുള്ള അവസരമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മാനാവസരം 10-25 പേരോട് ചെയ്യാൻ പറ്റും. ചുറ്റുപിടാസനത്തിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകളുള്ളത് മാസധ്യാനങ്ങളനുബന്ധിച്ച് അവിടെ പുറത്തുനിന്ന് അച്ഛന്മാരെ കൊണ്ടുവരാനും അതുപോലെ തന്നെ കുമ്പസ്ഥാനത്തിനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല ആശ്രമങ്ങളും തുടർന്നൊരു പതിവാണ് ആഴ്ചയിൽ 1 ദിവസം ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട്, ഒരു ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ചേരാറുണ്ട്. ചെത്തിപ്പുഴയൊക്കെ ബുധനാഴ്ചകളിലാണ് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് നമ്മുടെ 2 പേരുള്ള സ്ഥലത്താണെങ്കിൽ പോലും ആഴ്ചയിൽ 1 ദിവസം ഒരുമിച്ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, ബ്രീഫ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള അവസരമായിട്ട് അതിനെ ചെലവഴിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇന്ത്യൻ ഓഡിറ്റ് സിസ്റ്റം ഉണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം അത് ഇച്ചിരി ഇഫക്റ്റീവ് ആക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഹൗസിലെ മെമ്പറൊക്കെ ആകുമ്പോൾ നമുക്ക്
നമുക്കറിയാം വലിയ ഗൗരവമായിട്ട് ഓഡിറ്റിംഗ് നടക്കുന്നില്ലെന്നറിയാം. എങ്കിലും ആ സിസ്റ്റം അല്പം കൂടി കാര്യക്ഷമമായിട്ട് നടന്നാൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഈ അവസരം ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നതുപോലെയാണ് ആ കാര്യത്തിൽ ഇപ്പോൾ കൂടെ ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഓഡിറ്ററെ പോലെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഉത്തരവാദിത്വം സുപ്പീരിയേഴ്സിനുണ്ടെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓഡിറ്റർ ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സുപ്പീരിയർ അത് നോക്കണം. കാരണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല. ചോദിക്കണം, തന്നില്ല എങ്കിൽ അതിന് സ്റ്റെപ്പ് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യണം. അതായത് അതിനകത്ത് കോംപ്രമൈസ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം എല്ലാ സ്നാക്സിനും വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഒരു ഉപകാരമില്ല. അതുകൊണ്ട് നല്ല സീരിയസ് ആയിട്ട് നമ്മുടെ സുപ്പീരിയേഴ്സ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് വിചാരിക്കുന്നത്. കൃത്യമായിട്ട് അവരോട് ചോദിക്കാനും ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടാനും എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്റ് കിട്ടുമ്പോൾ കർക്കശമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാനും വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാനും നിയന്ത്രിക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കാനായിട്ടുള്ള ഒരു കടമ സുപ്പീരിയേഴ്സിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ കണക്ക് അതിനോടനുബന്ധിച്ച് തന്നെയുള്ള കാര്യമാണ്. ഇത്രയൊക്കെയാണ് ഞാൻ പൊതുവായിട്ട് ഓർത്തിരുന്നത്. നമ്മുടെ പഴയ പരിചയമുള്ള സുപ്പീരിയർമാർക്ക് എന്തെങ്കിലും, അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ കൗൺസിലേഴ്സിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുണ്ടെങ്കിൽ നമ്മുടെ പ്രൊവിൻഷ്യൽസ് അതുപോലെ മറ്റ് കൗൺസിലേഴ്സ്, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ആശ്രമങ്ങളുടെ സുപ്പീരിയേഴ്സ്, പരിചയമുള്ളവർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഓർമ്മപ്പെടുത്താനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താവുന്നതാണ്.